ഹായ് ഫ്രണ്ട്സ്, പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പച്ചപ്പാണിൻ്റെ സന്തോഷം ഇന്ന് പോകുന്നത് മൂവാറ്റുപുഴ പട്ടണത്തിലെ ഹോളി മാഗി പള്ളിയിലേക്കാണ്. പഴയകാല പ്രൗഢിയോടെ ഇന്നും ഒരു മാറ്റവും വരുത്താതെ പ്രൗഢിയായി തന്നെ നിലനിൽക്കുന്ന ഹോളി മാഗി പള്ളി മൂവാറ്റുപുഴയുടെ ചരിത്രത്തിൻ്റെ ഏടുകളിൽപ്പെട്ട ഒന്നാണ്. ചരിത്രങ്ങൾ മാറി മറിയുമ്പോഴും ഹോളി മാഗി പള്ളി തലയെടുപ്പോടെ മൂവാറ്റുപുഴ പട്ടണത്തെ അലങ്കരിച്ച് നിൽക്കുകയാണ്. എറണാകുളം ജില്ലയുടെ വിവിധ കാഴ്ചകളിലൂടെ പച്ചപ്പാണിൻ്റെ സന്തോഷം ഇങ്ങനെ പോകുമ്പോൾ മൂവാറ്റുപുഴ ഫെറോന പള്ളിയെ അല്ലെങ്കിൽ ഹോളി മാഗി പള്ളിയെ വിവരിക്കാതെ പോകുന്നത് വലിയൊരു കുറവാണ് എന്നുള്ളതാണ്. അതിനാൽ ഹോളി മാഗി പള്ളിയെ നമുക്കൊന്ന് പരിചയപ്പെട്ടു പോകാം. മൂവാറ്റുപുഴ പട്ടണത്തിൻ്റെ തെക്കൻ പ്രദേശമായ PO ജംഗ്ഷനിൽ നിർമ്മല ഹൈസ്കൂൾ, ഹോളി മാഗി പള്ളി ഇവ രണ്ടും ഒറ്റ കോമ്പൗണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹോളി മാഗി പള്ളിയെ അറിയാത്തവരായി മൂവാറ്റുപുഴക്കാർ ആരും തന്നെ കാണില്ല. അത്രമാത്രം ചരിത്രാതീത കാലം മുതൽ ഈ ഹോളി മാഗി പള്ളിയും അതിൻ്റെ സെമിത്തേരിയും മൂവാറ്റുപുഴയുടെ ചരിത്രത്തെ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റു കൂടുതൽ വിശദാംശങ്ങളൊന്നും തന്നെ ഈ പള്ളിയെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ല. അങ്ങനെ നമ്മൾ പള്ളിയൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട് പള്ളിക്കകത്ത് കയറാൻ ശ്രമിച്ചപ്പോൾ പള്ളി തുറന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് സങ്കടകരമായ ഒരു വസ്തുതയായതുകൊണ്ട് എനിക്ക് പള്ളിയുടെ അൾത്താരകളും മറ്റും കാണിക്കുവാൻ കഴിയാതെ പോയി. എന്നിരുന്നാലും പള്ളിയുടെ അൾത്താരകളും മറ്റും പ്രത്യേകം കാണിക്കേണ്ടതില്ല എന്ന് എനിക്കറിയാം. എന്നിരുന്നാലും ദേവാലയങ്ങളുടെ അകം കാണുക എന്നുള്ളത് ഏതൊരു കാഴ്ചക്കാരൻ്റെയും ആഗ്രഹമാണല്ലോ. അങ്ങനെ ഞാൻ പള്ളിയും വിട്ട് പള്ളി സെമിത്തേരിയിലേക്ക് മെല്ലെ നടന്നു. സ്വർഗ കവാടം എന്നാണ് ഹോളി മാഗി പള്ളിയുടെ സെമിത്തേരിയെ വിശേഷിപ്പിക്കുന്നത്. ശരിക്കും അത് പദം കൊണ്ട് തന്നെ യാഥാർത്ഥ്യവുമാണ്. കാരണം നമ്മൾ അവസാനമായി യാത്ര പോകുന്നത് സ്വർഗത്തിലേക്കാണ് എന്നാണല്ലോ വിശ്വാസം. ഈ കാണുന്നതാണ് ഹോളി മാഗി പള്ളിയുടെ സെമിത്തേരിയും അതിൻ്റെ അകത്തളങ്ങളും. അവിടെ ആരോ ഒരാൾ പൂക്കൾ കൊണ്ട് അലങ്കൃതമായ ശവകുടീരങ്ങളുടെ ഉണങ്ങിയ പൂക്കളൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഓരോ സമുദായത്തിൽപ്പെട്ടവരും അവസാനമായി എത്തിച്ചേരുന്ന ചില ഇടങ്ങളാണ് സെമിത്തേരികൾ, പള്ളിപ്പറമ്പുകൾ അല്ലെങ്കിൽ ശ്മശാനങ്ങളൊക്കെ. അത് വ്യത്യസ്ത രീതിയിലായിരിക്കും ശവസംസ്കാരം നടക്കുന്നത് എന്ന് മാത്രമാണ് ഉള്ളത്. എല്ലാവരും എത്തിച്ചേരുന്നത് മണ്ണിലേക്ക് തന്നെയാണ്. അങ്ങനെ സെമിത്തേരിയിലെത്തിയപ്പോൾ കാണുന്ന കാഴ്ചകൾ, അവസാനമായി മരണപ്പെട്ടു പോകുന്ന ഒരാൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരേ ഒരു കാര്യമാണ് 2 മെഴുകുതിരി കത്തിച്ചു വയ്ക്കുക എന്നുള്ളത്. വെളിച്ചത്തിലേക്ക്, പ്രപഞ്ചത്തിലേക്ക് ലയിച്ചു പോയ നിനക്ക് ഒരു വഴികാട്ടിയാവട്ടെ എന്നുള്ള അർത്ഥത്തിലാവാം ഒരു പക്ഷേ മെഴുകുതിരികൾ കത്തിച്ചു വയ്ക്കുന്നത്. അങ്ങനെ ഞാൻ ഓരോ കുഴിമാടങ്ങളും കണ്ടു കേട്ട് ഓരോ കുടുംബ കല്ലറകൾ പ്രത്യേകിച്ചും എടുത്തു കാണിക്കുന്നു. കാരണം അത് ഓരോരുത്തരുടെ കുടുംബ കല്ലറയാണ്. അവിടെ മാർബിളൊക്കെ ഇട്ട് വളരെ ഭംഗിയായി പേരും നാളും വീടുമൊക്കെ എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റുള്ളിടത്ത് അങ്ങനെയൊന്നുമില്ല. അത് കുടുംബ കല്ലറയല്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. പച്ചപ്പാണിൻ്റെ സന്തോഷം ഇത്തരം കാഴ്ചകൾ കാണിക്കുമ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ട് വിചാരിക്കരുത്. ഇത് കാണാത്തവർക്കും കണ്ടിട്ടില്ലാത്തവർക്കും വേണ്ടിയാണ് ഇത്തരം കാഴ്ചകൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്ന് മാത്രം മനസ്സിലാക്കുക. ആരുടെയും വികാരങ്ങളെ വ്രണപ്പെടുത്താനല്ല എന്നും കൂടെ വളരെ വിനീതമായി പറഞ്ഞുകൊള്ളട്ടെ. പച്ചപ്പാണിൻ്റെ സന്തോഷം എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം. അതുപോലെ
ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് എത്തും എന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഈ കാണുന്നത് ശവകുടീരത്തിലേക്ക് അല്ലെങ്കിൽ ഖബറിലേക്ക് അല്ലെങ്കിൽ കുഴിമാടത്തിലേക്ക് ബോഡി ഇറക്കുന്ന ഒരു മെഷീനറിയാണ് എന്നും കൂടെ പറഞ്ഞുകൊള്ളട്ടെ. വളരെ സ്ലോവിൽ ചാടിൽ ആഴത്തിലുള്ള കുഴിയിലേക്ക് ബോഡി പെട്ടിയോടുകൂടി ഇറക്കുന്ന ഒരു മെഷീനാണ് ഈ ഇരിക്കുന്നത്. ഇത്തരം കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ മെല്ലെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾ ഓരോരുത്തർക്കും നന്ദിയും സന്തോഷവും പകർന്നു കൊള്ളട്ടെ. പച്ചപ്പാടിൻ്റെ സന്തോഷം ഇന്ന് അവസാനമായി അടങ്ങിയിട്ടുള്ള ആളുകളുടെ പൂക്കളും ആ അലങ്കാരങ്ങളും കണ്ട് ഞാൻ മെല്ലെ സലാം പറഞ്ഞ് അവിടെ നിന്നിറങ്ങി. എന്നെ കണ്ട നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഗുഡ് ബൈ.